അല്ലാഹു തആല ലോകത്തിന് പരിപൂർണമായ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജൂതന്മാരുടെ പാരമ്പര്യം അറിയോ? ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടന്നവരായിരുന്നു ജൂതന്മാർ. ഒരാളും ഒരു സ്ഥലം കൊടുത്തിട്ടില്ലായിരുന്നു, ഒരു രാജ്യവും ഒരു അഭയം കൊടുത്തിട്ടില്ലായിരുന്നു. അവസാനം 1948 ബ്രിട്ടന്റെ നേതൃത്വത്തിൽ കൃത്യമായൊരു ചതിപ്രയോഗം അവിടെ നടന്നു. ഏകപക്ഷീയമായ രീതിയിൽ ഒരിടവും ലഭിക്കാതെ വന്ന ജൂതന്മാരെ, അലഞ്ഞു തിരിഞ്ഞ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ജൂതന്മാരെ 1948 ബ്രിട്ടീഷിന്റെ നേതൃത്വത്തിൽ, ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഏകപക്ഷീയമായ രീതിയിൽ ഫലസ്തീനിൽ അവർക്ക് മണ്ണ് കൊടുത്തു. അവരെ പ്രതിഷ്ഠിച്ചു ഫലസ്തീൻ മണ്ണിൽ. എന്നിട്ട് എന്തെന്നറിയോ? ആ ഫലസ്തീൻ മണ്ണിൽ അവരെ കുടിയിരുത്തിയതിനു ശേഷം അവർക്കുള്ള സൗകര്യങ്ങൾ ഇന്ന് നാം പരിശോധിച്ചു നോക്കുമ്പോൾ അന്ന് UN അവർക്ക് അളന്നു കൊടുത്തിരുന്ന പ്രദേശത്തേക്കാൾ 3 ഇരട്ടി ഭൂമിയാണ് ഇന്ന് കൈയടക്കി വെച്ചിരിക്കുന്നത് ഇസ്രയേൽ. അന്ന് അതിന്റെ പേരിൽ 7.5 ലക്ഷം ഫലസ്തീനികൾ പുറന്തള്ളപ്പെട്ടു ആ രാജ്യത്തുനിന്ന്. ഇന്ന് ആകെ മൊത്തം പരിശോധിച്ചു നോക്കുമ്പോൾ 50 ലക്ഷം ഫലസ്തീനികളാണ് പിറന്ന മണ്ണിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. അഭയം നൽകിയവർ അഭയാർത്ഥികളായി മാറി ഫലസ്തീനിൽ. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള സമൂഹമാണ് ഇസ്രയേലി ജൂതന്മാരെന്ന് പറയുന്നത്. എന്റെ വീട്ടിലോ എന്റെ കുടുംബത്തിലോ നിങ്ങളിലോ നിങ്ങളുടെ വീട്ടിലോ ഒക്കെ നിങ്ങൾക്ക് കൃത്യമായി പ്രമാണമുള്ള ഒരു വസ്തു മറ്റൊരാൾ കൈയടക്കി വെച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതിരോധം? എങ്ങനെയായിരിക്കും? ഇന്ന് അഭയം നൽകിയ ഒരു സമൂഹം, അവരെ സഹായിച്ച ഒരു സമൂഹം അഭയാർത്ഥികളായി അവരുടെ മുന്നിലുള്ള ചോരയും നീരും, അല്ലെങ്കിൽ തലയില്ലാത്ത ശരീരങ്ങളും കുടലില്ലാത്ത ശരീരങ്ങളും ഒക്കെയായി മാറിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവർക്ക് പരിപൂർണമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് മനസ്സിലാക്കി നോക്കണം. ലോകം തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിയന്ത്രിക്കുന്നത്. ഈ അഹങ്കാരത്തിനും ഹുങ്കിനും ഒന്നും ഒരു പക്ഷേ തൽക്കാലം ഒരു സുഖമുണ്ടാകും. ശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതുപോലെ കൃത്യമായി അക്രമികളുടെ കരങ്ങളെ പിടിക്കാൻ, അക്രമികളെ നിലയ്ക്ക് നിർത്താൻ ലോകരാജ്യങ്ങളിൽപ്പെട്ട രാജ്യങ്ങൾ കടന്നു വരും. അങ്ങനെയാണല്ലോ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കളുടെ കണ്ണുനീരിനും ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കൾ നൽകിയ ചോരയ്ക്കും അവരുടെ ജീവനും പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രത്തിനെ അല്ലാഹു തആല തകർക്കുമെന്നതിൽ സംശയമില്ല. അത് നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ നമുക്കറിയാം, ഫലസ്തീനിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ തലയ്ക്കുമീതെ ബോംബ് വർഷം കടന്നു വരുമ്പോ, ബോംബുകൾ പെയ്തിറങ്ങുമ്പോ പുഞ്ചിരിയോടുകൂടി നോക്കി ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്ന സന്തോഷത്തിന്റെ ഏറ്റവും സന്തോഷമുള്ള സുഖമുള്ള വർത്തമാനം പറഞ്ഞ മക്കളായിരുന്നു ഫലസ്തീനിലും ഈ ഇറാനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അയത്തുല്ലാ അലി ഖംനഈ പറയുന്നത് പോലെ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് വിജയമുണ്ടാകും, തീർച്ചയാണ്. പക്ഷേ അറബ് രാഷ്ട്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നട്ടലുള്ള ഒരു രാജ്യമെന്ന് തന്നെയാണ് ഇറാനെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. ചുറ്റുഭാഗത്തും ഇസ്രയേലിന്റെ ചുറ്റുഭാഗത്തുമുള്ള എത്രയോ രാജ്യങ്ങൾ ഇസ്രയേലിന് പച്ചപ്പരവതാനി വിരിച്ചിട്ട് സുഭിക്ഷമായ ഭക്ഷണ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട്, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലും പ്രിയപ്പെട്ടവരെ, ഇറാനിന്റെ നിലപാട്, ഇറാൻ എങ്ങനെയുള്ള ആശയക്കാരായ അല്ലെങ്കിൽ എത്ര ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് എന്നതല്ല, പക്ഷേ ഒരു ഇസ്രയേൽ എന്ന ഭീകര രാഷ്ട്രത്തെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം തന്നെയാണ്. വിശ്വാസികൾക്ക് പോരാട്ടം എന്ന് തന്നെയാണ് പറയേണ്ടത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ഇറാനിന്റെ ധൈര്യം, അവര് തലയ്ക്ക് മീതെ മിസൈൽ കടന്നു വരുമ്പോഴും നിലവിളിക്കുന്നില്ല. നിങ്ങളൊക്കെ വീഡിയോ പലപ്പോഴും കാണുന്നവരാണ്. ഇസ്രയേലേക്ക് ഒരു മിസൈൽ തൊടുത്തുവിട്ടിട്ട് സന്തോഷത്താൽ തക്ബീർ വിളിച്ചു കൊണ്ടുപോകുന്ന ഇറാനികളെയാണ് നമുക്ക് ഇന്നലെയും ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അക്രമികൾക്ക് കൂടുതൽ കാലം നിലനിൽപ്പ് ഉണ്ടാകില്ല. അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ് കൃത്യം. അലാ, വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതുപോലെ അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ. അറിയണേ, അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ. അക്രമികൾക്കാണ് സർവ്വശാപവും. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ആയാലും ബെന്യാമിൻ നെതന്യാഹു ആയാലും ആ നെതന്യാഹുവിന്റെ അനുയായികളായാലും അവർക്ക് കൂടുതൽ സന്തോഷിക്കാൻ ഇനി വകയില്ല. കാരണം പ്രാർത്ഥനകളൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഓരോ ഫലസ്തീനിന്റെ കണ്ണുനീരുകളും അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പ്രാർത്ഥനകൾ വിഫലമാകില്ല പ്രിയപ്പെട്ടവരെ. അത് മുഅ്മിൻ അല്ലാഹു തആല കൊടുത്ത സന്തോഷത്തിന്റെ സുവിശേഷ വർത്തമാനമാണത്. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ലാഹു തആല ലോകത്തിന് പരിപൂർണമായ സമാധാനം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിലെ ഭീകര പ്രവർത്തനം നടത്തുന്ന മനുഷ്യർക്ക് മുഴുവനും നാശമായി കൊണ്ടിരിക്കുന്നവരെ അല്ലാഹു
തആല നശിപ്പിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചതാണ്. അത് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചതാണ്. മാത്രമല്ല വിശുദ്ധമായ ഖുർആന് കൃത്യമായ ആഹ്വാനവും നമ്മോടുണ്ട്. കാരണം ഇന്ന് ഇസ്രായേൽ ഇത്രയും വലിയ വീമ്പ് പറയാൻ കാരണം, അല്ലെങ്കിൽ വലിയ പോരാട്ടം നടത്താൻ കാരണം കൂടെ വലിയച്ഛനുണ്ട്. അതെന്നറിയോ? അമേരിക്കയുണ്ട്, സഖ്യകക്ഷികളുണ്ട് സഹായിക്കാൻ. പക്ഷേ അമേരിക്കയും സഖ്യകക്ഷികളും ഒന്നുമില്ലായിരുന്നു എങ്കിൽ ഇസ്രായേൽ എന്നേ തീർന്ന് പപ്പടമായി പോയേനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ഏതാണ്, ഫലസ്തീൻ ഏതാണ് എന്ന് പലർക്കും തിരിച്ചറിയില്ല. ഇസ്രായേലിന്റെ ക്രൂരതകൾ എന്താണ്? അത് യുദ്ധമല്ല, അതൊക്കെ അവിടെ നടക്കട്ടെ ഉസ്താദെ, അതൊക്കെ നടക്കും, അതൊക്കെ ആരെങ്കിലും ഒരാൾ ജയിക്കും. ഇതല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് മനസ്സിലാക്കണം. ഇസ്രായേലിന്റെ ഭീകരമുഖങ്ങൾ നാം ഒന്ന് മനസ്സിലാക്കി നോക്കണം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചതുപോലെ ജൂതന്മാരുടെ പാരമ്പര്യം വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരെ ദ്രോഹിച്ച, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജാരസന്താനം എന്ന് വിശേഷിപ്പിച്ച, ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ ദ്രോഹികളാക്കി അല്ലെങ്കിൽ ദ്രോഹം ചെയ്തിട്ട് ക്രൂരതകൾ വരുത്തി വെച്ച ഒരു സമുദായമാണ്. ആ സമുദായത്തിന്റെ പാരമ്പര്യമുള്ളവരാണ് നെതന്യാഹുവും കൂട്ടരും. തീർന്നില്ല. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരെ വധിച്ചു കൊന്നുകളഞ്ഞ പാരമ്പര്യമുള്ളവർ. അതുകൊണ്ട് തന്നെ മരണം വരെയും ജൂതന്മാരുടെ പാരമ്പര്യം കൊലയായിരിക്കും. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ? വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു, ശപിച്ചവരാണ് അവര്. ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്ന മർയം ദാലിക ബിമാ അസൗ വ കാനൂ യഅ്തദൂൻ. വിശുദ്ധമായ ഖുർആൻ അവരെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയവര് ആ ജൂതന്മാർ യഹൂദികൾ ആരായിരുന്നെന്നറിയോ? പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീൽ അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്ന മർയം. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിലൂടെ ശാപങ്ങളേറ്റവരാണ്. അതുപോലെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അധരങ്ങളിലൂടെ ശാപഭാഷങ്ങൾ ചൊരിഞ്ഞവരാണ്, അത് ഏറ്റവരാണ് ആ ഇസ്രായേലി സമൂഹമെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തേ കാരണം? ദാലിക ബിമാ അസൗ വ കാനൂ യഅ്തദൂൻ. അത്രയ്ക്ക് അതിര് കടന്ന പ്രവർത്തനം അവർ ചെയ്തത്. അമ്പിയാക്കളെ കൊന്ന പാരമ്പര്യം, പ്രവാചകന്മാരെ ക്രൂരമായി ദ്രോഹിച്ച പാരമ്പര്യമുള്ളവരാണവർ. അതുകൊണ്ട് തന്നെ അത് അവരുടെ പാരമ്പര്യം, ആ ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ പാരമ്പര്യം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതൊരിക്കലും മാറുകയില്ല. അതല്ലേ ഹിറ്റ്ലർ പറഞ്ഞത്? ഹിറ്റ്ലർ പറഞ്ഞല്ലോ, ജൂതന്മാരെ എല്ലാം കൂട്ടമായി കൊലപ്പെടുത്തിയിട്ട് ഹിറ്റ്ലർ പറഞ്ഞു അത്രേ. എന്താ പറഞ്ഞതെന്നറിയോ? ഞാൻ ജൂതന്മാരെ മുഴുവനും കൊലപ്പെടുത്താറില്ല, ഞാൻ ജൂതന്മാരെ മുഴുവനും ഞാൻ കൊല്ലുന്നില്ല, കുറച്ചുപേരെ ഈ ഭൂമിക്ക് മുകളിൽ ഞാൻ വെച്ചേക്കിട്ടുണ്ട്. എന്തിനെന്നറിയോ? എന്തിനാണ് ഞാൻ ജൂതന്മാരെ കൊന്നത് എന്ന് ഇവരുടെ ജീവിതത്തിലൂടെ നിങ്ങൾ തിരിച്ചറിയണം. ആരാ പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞതല്ല, ഹിറ്റ്ലർ പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചത് ശാപത്തിന്റെ ശരവർഷങ്ങൾ ചൊരിയപ്പെട്ട ഒരു സമൂഹമാണ് ഇസ്രായേലികൾ. എന്നും അവരുടെ സ്വഭാവവും സംസ്കാരവും കൊലയും ഒക്കെ തന്നെയാണ്. ഇന്ന് ഇസ്രായേലിന്റെ ആകാശത്തിലൂടെ അവരിലേക്ക് പേമാരിയായി പെയ്തിറങ്ങുന്ന ബോംബിന്റെയും മിസൈലിന്റെയും ഒക്കെ വർഷങ്ങൾ കാണുമ്പോൾ നിലവിളിക്കുകയാണ്, ബങ്കറിന്റെ അകത്ത് ഒളിക്കുകയാണ്. കേവലം ഉരുടുതുണി പോലും എടുക്കാൻ കഴിയാതെ നിക്കറിട്ട് ഓടേണ്ടി വരുന്ന നെതന്യാഹുവിന്റെ അനുയായികളെയാണ് ഇന്ന് ഇസ്രായേൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പോലും പൊളിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ മിസൈലേറ്റ് ഇറാനിന്റെ മിസൈലേറ്റിട്ട് തകർന്നിരിക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഭാഗം തകർന്ന് ഇളകി തറയുന്നു. അതിന്റെ ശബ്ദം കേട്ടപ്പോൾ പോലും നെതന്യാഹു ഞെട്ടിവിറക്കുകയാണ്. അന്തം വിട്ട് അത്ഭുതത്തോടുകൂടി, അല്ലെങ്കിൽ ഇങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതേ അവസ്ഥയിലേക്ക് ഇസ്രായേലിനെ കൊണ്ടെത്തിച്ചത് ആരാണ്? രാജാതിരാജനായ റബ്ബുൽ ആലമീനായ അല്ലാഹുവാണ്. അല്ലാഹു സർവശക്തനാണ്. മാത്രമല്ല, ഫലസ്തീനിലെ പ്രിയപ്പെട്ട പിഞ്ചുമക്കളുടെ ഹൃദയം നൊന്തുള്ള പ്രാർത്ഥനയാണ്, അവരുടെ ചോരയും അവരുടെ നീരുമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇസ്രായേൽ സമൂഹം ഇനി കടന്നു വരാൻ പോകുന്ന ദയനീയ മുഖങ്ങൾ നാം കണ്ടുകൊണ്ടേയിരിക്കണം. നമുക്കറിയാം അതിന്റെ വാർത്തകൾ. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ, അഫകുല്ലമാ ജാഅകും റസൂലുൻ ബിമാ ലാ തഹ്വാ അൻഫുസകും
അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അവരുടെ തോന്നിയാസങ്ങൾക്ക് ഇടം നൽകാതെ കൃത്യമായി അള്ളാഹുവിന്റെ മാർഗദർശനങ്ങൾ കൃത്യമായി പറയപ്പെടുന്ന പ്രവാചകന്മാർ അവരിലേക്ക് കടന്നു വന്നപ്പോ, നിങ്ങളിലേക്ക് കടന്നു വന്നപ്പോ ആ പ്രവാചകന്മാർക്ക് മുന്നിൽ അവരത് സ്വീകരിക്കാൻ തയ്യാറാകാതെ ഇസ്തക്ബർതും, അഹങ്കാരത്തിന്റെ ആൽരൂപങ്ങളായി അവർ മാറിയത്രേ വിശുദ്ധ ഖുർആൻ. ഇസ്തക്ബർതും, അവർ അഹങ്കാരികളായി തീർന്നില്ല. ഫഫരീഖൻ കദ്ദബ്തും വഫരീഖൻ തഖ്തുലൂൻ, അവരെ ഉപദേശിക്കാൻ വേണ്ടി ചെന്ന പ്രവാചകന്മാരെ ചിലരെ അവർ കളവാക്കി മാറ്റി, കള്ളന്മാരാക്കി മാറ്റി, ചിലരെ അവർ കൊന്നുകളഞ്ഞു. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനടക്കമുള്ള, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനടക്കമുള്ള പ്രവാചകന്മാരെ കൊന്നവര് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു. മാത്രമല്ല, ജൂതന്റെ പാരമ്പര്യം അറിയണോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും ചതിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ഈ ഭൂമി ലോകത്തെ ഒരേ ഒരു ജനത അത് ജൂതന്മാര് മാത്രമാണ്. മക്ക മുശ്രിക്കുകൾ പോലും റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേർക്ക് നേരെ യുദ്ധം നടത്തി കൊല്ലാൻ ശ്രമിച്ചു. അല്ലാതെയും ഒക്കെ കൊല്ലാനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ ചതിപ്രയോഗത്തിലൂടെ ഈ പ്രവാചകനെ, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ ചതിപ്രയോഗത്തിലൂടെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിലുള്ള ഒരേ ഒരു ജനത അത് ജൂതന്മാരാണെന്ന് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു. നമുക്കറിയണോ, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബനൂ നുളൈർ എന്ന ഒരു പ്രദേശം, ആ ബനൂ നുളൈറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനൂ നുളൈറിലെ ഒരു മതിലിന് താഴെ അടിഭാഗത്തായിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. അവിടുത്തെ കാറ്റും അവിടുത്തെ ശുദ്ധമായ വായുവും ഒക്കെ കൃത്യമായി ശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി നബി തങ്ങൾ ഇരിക്കുന്ന യഹൂദികൾ കണ്ടു അത്രേ. വിശുദ്ധമായ ഹദീസിൽ കാണാം, ഫഹമ്മു ബിഇൽഖാഇ ഹജറിൻ അലൈഹി, ആ നബി തങ്ങൾ ഇരിക്കുന്ന മതിലിന്റെ മുകൾ ഭാഗം ഭയങ്കര ഭയാനകമായ ഒരു കുന്നാണ്. ആ കുന്നിലേക്ക് യഹൂദികൾ, ജൂതന്മാർ കടന്നു ചെന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ മുകളിലിരിക്കുന്ന പാറ ഉരുട്ടി റസൂലുള്ളാഹിയുടെ തലയ്ക്കുമീതെ ഇടാൻ വേണ്ടി ശ്രമിച്ച്. എന്റെ പ്രിയപ്പെട്ടവരെ, അംറു ബിൻ ജിഹാഷ് എന്ന യഹൂദിയായിരുന്നു. അവിടെ ഇടപെട്ടു നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട്, യാ റസൂലല്ലാഹ്, അങ്ങ് ഇരിക്കുന്ന ഭാഗത്തുനിന്നും അങ്ങൊന്ന് മാറണം നബിയേ. കാരണം എന്റെ യഹൂദികൾ അങ്ങേക്ക് മുകളിൽ തലയ്ക്കുമീതെ പാറ ഉരുട്ടി കൊല്ലാൻ വേണ്ടി അങ്ങേ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നബിയെ, അങ്ങ് മാറണം. നബി തങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട്, ജിബ്രീലിന്റെ കൽപ്പന വന്നു, അങ്ങോട്ട് മാറിയ സമയം അവർ പാറ ഉരുട്ടി തറയിലേക്ക് ഇട്ടു. റസൂലുള്ളാഹി തങ്ങൾ ആ സ്ഥലത്ത് ഇരുന്നിരുന്നുവെങ്കിൽ കൃത്യമായി നബിയുടെ തലയ്ക്കുമീതെയാകുമായിരുന്നു ആ പാറ വീണത്. പക്ഷേ നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായി നബി തങ്ങൾക്ക് വഹി അറിയിച്ചു. നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി, നബി തങ്ങളെ കൊല്ലാൻ പോലും ചതിയിലൂടെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചവരാണ്. സൈനബ് എന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യഹൂദികൾ. വിശുദ്ധമായ ഹദീസിൽ കാണാം, അവരെ സുഭിക്ഷമായ രീതിയിൽ ഒരു ഭക്ഷണമുണ്ടാക്കി നിബിത്തങ്ങളെയും സ്വഹാബത്തിനെയും ഒക്കെ ഭക്ഷണത്തിന് വേണ്ടി ശ്രമിച്ചു. നല്ല ആടിനെ കറത്തി നല്ലതുപോലെ കറി വെച്ചു. എന്നിട്ട് ആ സൽക്കാരത്തിലേക്ക് നിബിത്തങ്ങളെയും സ്വഹാബത്തിനെയും ക്ഷണിച്ചു അത്രേ. നബിയും സ്വഹാബത്തും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടന്നുപോയി. അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നോ, ഭക്ഷണം അവിടെ മുന്നിലേക്ക് കൊണ്ടുവന്നോ. നബിത്തങ്ങളും സ്വഹാബത്തും കഴിക്കാൻ വേണ്ടി കടന്നിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, ആ ഭക്ഷണം കഴിക്കരുതേ നബിയേ, അതിൽ വിഷമാണ്, അതിൽ വിഷം ചേർത്ത ഭക്ഷണമാണ് നബിയേ. അങ്ങയും സ്വഹാബത്തിനെയും കൊല്ലാൻ വേണ്ടി യഹൂദികൾ ചെയ്ത പണിയാണ് നബിയേ. നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ ഇർഫഉ ഐദിയകും യാ സ്വഹാബാ, നിങ്ങളുടെ ഭക്ഷണത്തിലും നിങ്ങൾ കൈകൾ പൊക്കി മാറ്റണം സ്വഹാബത്തെ, നിങ്ങളുടെ ഭക്ഷണത്തിലും നിങ്ങൾ കൈകൾ മാറ്റണം സ്വഹാബാ. ഇർഫഉ ഐദിയകും ഫഇന്നഹാ അഖ്ബർതനി അന്നഹാ മസ്മൂമാ, അത് വിഷം ചേർക്കപ്പെട്ട ഭക്ഷണമാണെന്ന് ജിബ്രീൽ എന്നോട് വന്ന് പറഞ്ഞു, സ്വഹാബത്തെ കഴിക്കരുതേ. എന്താ യഹൂദികൾ, ജൂത സ്ത്രീ ചെയ്തതാണ്. ചതിയിലൂടെ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവരാണ് ജൂതന്മാർ. അന്നും ഇന്നും നെതന്യാഹു മാത്രമല്ല, നെതന്യാഹുവിന്റെ വലിയച്ഛന്മാരടക്കമുള്ളവർ, പൂർവ്വപിതാക്കന്മാരടക്കമുള്ളവർ, ജൂത പാരമ്പര്യമുള്ളവർ,
വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അവരൊക്കെ ക്രൂരന്മാരും ഭീകരന്മാരും ലോക സമാധാനത്തിന്റെ തീരാ നഷ്ടങ്ങളും അല്ലെങ്കിൽ ലോക സമാധാനത്തിന്റെ പ്രത്യാഘാതങ്ങളുമാണ്, അല്ലെങ്കിൽ ഭീകരതയുടെ മുഖങ്ങളും കൂടിയാണ് എന്ന കാര്യം നാം മറന്നു പോകരുതേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്രയേൽ ഒരു ബോംബ് വർഷം വീഴുമ്പോൾ, ഒരു ബോംബിന്റെ ചീള് വീഴുമ്പോൾ നെഞ്ചുരുണ്ടി മരിക്കേണ്ടവരല്ല മുഅ്മിനീങ്ങൾ. ഇസ്രയേലിൽ ഒരു ബോംബ് വീഴുമ്പോ നെഞ്ചുരുങ്ങി നിലവിളിക്കേണ്ടവരല്ല വിശ്വാസികള്. അങ്ങനെയായിരുന്നുവെങ്കിൽ ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി നാം കരയണമായിരുന്നു. ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി കരയണമായിരുന്നു. എത്രയോ വർഷങ്ങളായി അനുഭവിക്കുന്നു, ഇന്നും അനുഭവിക്കുന്നു, ഇന്നലെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിർത്തിയിട്ട് നിങ്ങൾക്ക് ഭക്ഷണം നൽകാമെന്ന് പറഞ്ഞ് പിഞ്ചുമക്കളടക്കമുള്ളവരെ വരിക്ക് നിർത്തിയിട്ട് ക്യൂയിൽ നിർത്തിയിട്ട് പുറകിലൂടെ വെടിവെച്ച് കൊല്ലുകയാണ്. ഇന്നലെയും 29 പേരാണ് മരിച്ചത്. ആകെ ഇന്നലെ 24 മണിക്കൂറിനകത്ത് ഇന്നലെ മരണപ്പെട്ടത് 100 പേരാണ് ഫലസ്തീനിൽ. ഒരു ഭാഗത്ത് ഫലസ്തീൻ, മറുഭാഗത്ത് ഇസ്രയേൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. ആര്? ഇസ്രയേൽ. ഇറാഖ് എന്ന ഒരു രാജ്യത്തിനെ അടിച്ചു തകർത്ത് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ളവർ ആണവായുധത്തിന്റെ പേരിൽ വെറും പ്രചരണം നടത്തി ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു രാജ്യത്തിനെ കൃത്യമായി നിലംപരിശാക്കി. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനെ, സദ്ദാം ഹുസൈനെ, ബലിപെരുന്നാളിന്റെ ദിവസത്തിൽ തൂക്കിലേറ്റിയ, ആ തൂക്കിലേറ്റിയിട്ട് മുസ്ലിം സമുദായത്തെ അപമാനിച്ച ഒരു വാർത്തകളൊക്കെ നാം കേട്ടതാണ്. ഇന്ന് ഇറാഖിന്റെ അവസ്ഥയും ആ ഇറാഖ് അതിന് നേടിയെടുക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ മുന്നേറ്റങ്ങളും ഒക്കെ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഇസ്രയേൽ ആണവായുധത്തിന്റെ പേരിൽ ഇറാനിനെ ആദ്യം ആക്രമിച്ചു. നമുക്കറിയാം, ഇന്ന് ഇസ്രയേൽ എന്ന ഭീകരമായ രാഷ്ട്രം ഇറാനെ ആക്രമിക്കുന്നതിനോടൊപ്പം തന്നെ മറുഭാഗത്ത് കൊല്ലങ്ങളായിട്ട് ഫലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചുമക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇറാനെതിരെ മിസൈലുകളും ഇറാനെതിരെ ക്രൂരമായ ബോംബ് വർഷങ്ങളും ഈ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്നലെയും 149 പേരാണ് മരിച്ചു വീണത് ഫലസ്തീനിൽ. നാം ആരും കാണുന്നില്ല. അതിൽ 29 പേർ ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിന്ന, ആ ഭക്ഷണത്തിനു വേണ്ടി വിശന്ന് വലഞ്ഞ് ക്യൂ നിന്നവരാണ് എന്ന കാര്യം നാം മറന്നു പോകരുത്. ഇങ്ങനെ രണ്ട് ഭാഗത്തും ഇസ്രയേലിന്റെ ഭീകരതകൾ താണ്ഡവമാടിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് ഇസ്രയേൽ ഇന്ന് ഇറാനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്? അതിന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇറാഖിൽ സംഭവിച്ചതുപോലെ അമേരിക്കയും അതുപോലെ ബ്രിട്ടനും അടക്കമുള്ളവർ ആരോപിച്ചതുപോലെ ഇറാഖിനെ തകർക്കാൻ വേണ്ടി എടുത്ത ചതിപ്രയോഗം പോലെ അത് പ്രചരണങ്ങളായി പരസ്യങ്ങളായി പുറത്തേക്ക് വിട്ടിട്ട് ആ രാജ്യത്തിനെ ആണവായുധത്തിന്റെ കേന്ദ്രമാക്കി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചതിന് ശേഷം അതിനെ ആ രാജ്യത്തിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ ഇന്ന് ഇറാനിലെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്ന രാജ്യമാണ്. ആണവായുധം കൊണ്ട് ഇസ്രയേലിനെ നശിപ്പിക്കുമെന്ന കിംവദന്തി പരത്തിക്കൊണ്ടാണ് ഇസ്രയേൽ ആദ്യമായിട്ട് ഇറാനിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇസ്രയേലിലെ പരമോന്നത നേതാക്കളടക്കമുള്ളവർ, ശാസ്ത്ര അതുപോലെ മേഖലയിൽ പ്രവർത്തിക്കുന്ന സമുന്നതരായ നേതാക്കന്മാരടക്കമുള്ളവർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നാം ഒന്ന് മനസ്സിലാക്കി നോക്കുമ്പോ ഇറാൻ കൃത്യമായി ഇസ്രയേലിനെതിരെ രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകിക്കൊണ്ടിരിക്കുമ്പോഴും സായുധമായി പോരാടിക്കൊണ്ടിരിക്കുമ്പോഴും നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇസ്രയേൽ എന്ന ഭീകരമായ രാഷ്ട്രം, ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ വിശ്വാസിയുടെ മനസ്സിൽ ഇസ്രയേൽ തകരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ അടക്കമുള്ളവർ ഇസ്രയേൽ തകർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് ഇറാനിനോട് കൂടുതൽ സ്നേഹബന്ധമുള്ളത് കൊണ്ടോ ഇറാനിൽ കൂടുതൽ മുസ്ലിമീങ്ങൾ ഉള്ളത് കൊണ്ടോ അല്ല, മറിച്ച് ഇസ്രയേൽ എന്ന ഭീകരമായ രാഷ്ട്രം 60,000-ഓളം പേരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോഴെങ്കിലും കൊന്നൊടുക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ ഇസ്രയേലിന്റെ ഭീകരതയെ ഒന്ന് അവസാനിച്ച് കാണാൻ, ആ രാജ്യം ഒന്ന് നശിച്ച് കാണാൻ ഞാനും നിങ്ങളും മനുഷ്യത്വ ബോധമുള്ള ഹൃദയത്തിൽ മനുഷ്യത്തിന്റെ ഒരു അംശമെങ്കിലും, മനുഷ്യത്വത്തിന്റെ ഒരു അംശമെങ്കിലും ഉള്ളിലുള്ളവർ എല്ലാവരും ഇസ്രയേൽ നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു. എന്തേ? അത് മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. കാരണം അവിടെ അനുഭവിച്ചിരിക്കുന്ന ഫലസ്തീനിലെ പ്രിയപ്പെട്ട പിഞ്ചുമക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ അത്രയ്ക്കാണ്. കൈകാലുകളില്ലാതെ നടന്നു പോകുന്ന അല്ലെങ്കിൽ ഇഴഞ്ഞു പോകുന്ന പിഞ്ചുമക്കൾ, തലയും മുടലും വേർപെട്ട പിഞ്ചുമക്കൾ, മാംസം മനുഷ്യ ശരീരമെന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ചിന്നിച്ചതറിപ്പോയ പിഞ്ചുമക്കളുടെ ശവശരീരങ്ങൾ കാണുമ്പോ പ്രിയപ്പെട്ടവരെ, ആർക്കാണ് കണ്ണുനീർ വാർക്കാൻ കഴിയാത്തത്? ഇസ്രയേൽ രണ്ടാമത് കൈവച്ചിരിക്കുന്ന ഇറാൻ എന്ന രാഷ്ട്രത്തെയാണ്. ഇറാൻ എന്ന രാഷ്ട്രത്തിൽ ആരോപിച്ചിരിക്കുന്നത് പോലെ എല്ലാ പ്രാവശ്യവും
അമേരിക്കയും കിങ്കരന്മാരും ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തുന്നത് പോലെ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന കൃത്യമായ ആരോപണം നടത്തിക്കൊണ്ടാണ് ഇസ്രയേൽ ഇന്ന് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരമാധികാര രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കൈകടത്താൻ മറ്റൊരു രാജ്യത്തിന് അവകാശമില്ല. 450-ൽ പരം ആണവായുധങ്ങൾ കൈക്കലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇസ്രയേലാണ് മറ്റൊരു രാഷ്ട്രത്തിന് ആണവായുധം ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആണവായുധത്തിന്റെ പേരിൽ ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും പറഞ്ഞാൽ ഇതൊരു വേശ്യപ്പെണ്ണിന്റെ ചാരിത്ര പ്രസംഗം പോലെയെന്ന് മാത്രമേ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എനിക്കെന്തും ചെയ്യാം, മറ്റാർക്കും ഒന്നും ചെയ്യാൻ പാടില്ല. സൊറോക്കോ എന്ന ഹോസ്പിറ്റലിന്റെ മുകളിലേക്ക് ഇറാനിന്റെ മിസൈൽ പതിച്ചപ്പോ നെതന്യാഹു പറഞ്ഞത് യുദ്ധക്കുറ്റമത്രേ. ഒരു ഹോസ്പിറ്റലിന്റെ മുകളിലേക്ക് ഇറാൻ വിട്ട ഒരു മിസൈലിന്റെ ഒരു അല്പഭാഗം ചെന്ന് പതിച്ചപ്പോ നെതന്യാഹുവിന് വെപ്രാളമായി, ബേജാറായി. അതൊരു യുദ്ധക്കുറ്റമാണത്രേ. വർഷങ്ങളായിട്ട് ഫലസ്തീനിലെ പ്രിയപ്പെട്ട മക്കളെ ചികിത്സിക്കാൻ വേണ്ടി വകയില്ലാതെ, ചികിത്സിക്കാൻ ഒരിടമില്ലാതെ ആതുരാലയങ്ങളെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞ ഇസ്രയേലിലെ പിഞ്ചുമക്കൾ തന്റെ മുന്നിൽ ബോംബിന്റെ ചീളുകൾ വീണ് ചിന്നിച്ചതറി മാംസള ഭാഗങ്ങൾ ചിന്നിച്ചതറി പോയിട്ടും അവിടെ തുന്നിക്കെട്ടാൻ ഒരു ഹോസ്പിറ്റൽ ഇല്ലാതെ, ഒരു പാരസെറ്റാമോളിന്റെ ഗുളിക പോലും കിട്ടാൻ ലഭ്യമാകാതെ എല്ലാം തകർത്ത് തരിപ്പണമാക്കിയപ്പോ പോലും അന്ന് നെതന്യാഹുവിന് ഓർമ്മ വന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ, ഇത് യുദ്ധക്കുറ്റമാണെന്ന്. ഇന്ന് ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈലുകൾ വിടുമ്പോ നെതന്യാഹു നിലവിളിക്കുന്നുണ്ട്. അത് സാധാരണക്കാരന്റെയും കുട്ടികളോടും സാധാരണക്കാരോടുമാണ് ഇറാൻ യുദ്ധം ചെയ്യുന്നത് എന്ന്. പ്രിയപ്പെട്ട നെതന്യാഹുവിന് വീണ്ടും നമുക്ക് ചോദിക്കാനുള്ളത്, എത്രയോ വർഷങ്ങളായി ഫലസ്തീനിലെ നിരപരാധികളായ പിഞ്ചുമക്കളോട് ഇതൊക്കെ കാണിച്ചിട്ടും എന്തേ നിങ്ങൾക്ക് കണ്ണു തുറക്കാൻ കഴിഞ്ഞിട്ടില്ലയോ? ഇറാന്റെ 2 മിസൈലുകൾ അല്ലാഹു തആല ഇറാന് പരിപൂർണമായ ശക്തി അല്ലാഹു തആല നൽകി. ഇസ്രായേൽ എന്ന ഭീകരതയെ അല്ലാഹു തആല നശിപ്പിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്രായേലിന്റെ ഭീകരതയാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു തആല നമുക്ക് എല്ലാവിധമായ നന്മകളും നമ്മുടെ ലോകത്തിന് സമാധാനവും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇറാനുമായി ബന്ധപ്പെട്ട ആണവായുധത്തിന്റെ പേരിൽ ഇറാഖിനെ പോലെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ തിരിച്ചറിയേണ്ട 1-2 സംഗതികളുണ്ട്. എന്നും ചതിയന്മാരുടെയും അതുപോലെ ചതിപ്രയോഗങ്ങൾ നടത്തിയിട്ടും ചരിത്രത്തിൽ പാരമ്പര്യമുള്ള ഒരു സമുദായമാണ് ജൂതന്മാർ എന്ന തിരിച്ചറിവ് നാം മറന്നു പോകരുത്.